കർമ്മശേഷിയും വേദശാസ്ത്രത്തിലെ വൈഭവവും കൊണ്ട് ശ്രദ്ധേയനാണ് യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ. സമചിത്തതയോടെയും സംയമനത്തോടെയും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന കാതോലിക്ക ബാവയുടെ ശൈലി സഭയ്ക്ക് പുത്തൻ ഉണർവ് നൽകും. അരനൂറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായാണ് ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ യാക്കോബായ സഭയുടെ അമരത്തേക്കെത്തുന്നത്. പ്രതിസന്ധി ഘട്ടത്തിലും കാലം ചെയ്ത ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ നിഴലായിരുന്നു ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത. തോമസ് പ്രഥമൻ ബാവ വിട ചൊല്ലിയപ്പോൾ അന്തോക്യ സിംഹാസനം കാതോലിക്കയ്ക്ക് അടുത്ത സ്ഥാനം നൽകിയത് മാർ ഗ്രിഗോറിയോസിലുള്ള അതിരറ്റ വിശ്വാസത്തിന്റെ പ്രതിഫലനം കൂടിയായിരുന്നു. 2018 പ്രളയകാലം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്നു ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ്. 2018 പ്രളയബാധിതർക്കായി സഭയിലെ യുവജന സംഘടനകളെ അണിനിരത്തി ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. കോവിഡ് കാലത്തും നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് സഹായങ്ങൾ എത്തിച്ചു. ആഗമാന സുറിയാനി സഭയിലെ ഭരണശ്രേണിയിൽ പാത്രിയർക്കീസ് ബാവയ്ക്ക് ശേഷം സഭയിൽ 2ാം സ്ഥാനിയാണ് ശ്രേഷ്ഠ കാതോലിക്ക. സഭാശുശ്രൂഷയിലും അന്തോക്യ മലങ്കര ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിലും അതീവ ശ്രദ്ധ പുലർത്തിയിരുന്ന ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ സ്ഥാനലബ്ധി സഭയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കൂടുതൽ കരുത്തേകുമെന്ന വിശ്വാസത്തിലാണ് നേതൃത്വവും വിശ്വാസികളും. ഈ പരിശുദ്ധ സഭയെ ഏറ്റവും ശ്രേഷ്ഠതയോടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തിരുമേനിക്ക് എല്ലാവിധ നന്മകളും നൽകട്ടെ എന്ന് ഈ ഭദ്രാസനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും സഭയ്ക്ക് ഏറെ സന്തോഷവും ആശ്വാസകരവുമാണ് പുതിയ സ്ഥാനാഭിഷേകം. ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ മലങ്കരയിലും സഭയിലും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനരാത്രങ്ങൾ എത്തിച്ചേരട്ടെ എന്ന ആശംസകളോടെ ബെയ്റൂത്തിൽ നിന്നും ഗീസ് പീറ്റർ, 24.